എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശനിയാഴ്ചയുടെ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിലേക്ക് പോകുന്നതാട്ടോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറം പാർക്കിലെ വെള്ളച്ചാട്ടമുണ്ട്, അത് അവിടെ പോയിട്ട് നന്നായിട്ട് കാണാൻ പറ്റിയില്ല. അതേപോലെ തന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് സന്ധ്യയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നന്നായിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പം നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് അത് വെള്ളച്ചാട്ടം ഇത്രയും നമുക്ക് അടുത്തുണ്ടായിട്ടൊന്ന് കാണാൻ പറ്റാത്തതിൻ്റേതായ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഇനി താഴെ ഇറങ്ങി വന്നപ്പോഴാണ് നമ്മുടെ അതിരിക്കുട്ട സോക്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഷൂ ഇട്ടില്ലായിരുന്നു. അങ്ങനെ ഐശ്വര്യ അതിരിക്കുട്ടനും കൂടെ മേളിൽ ഷൂ ഇടാനായിട്ട് പോയ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഈ പൂച്ച കൊച്ചുങ്ങൾക്കും ഇതിൻ്റെ അമ്മയ്ക്കും ഞാൻ സ്ഥിരമായിട്ട് പാല് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ വിശന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു പാത്രത്തിൽ കൊണ്ടുപോയി പാലൊക്കെ വെച്ച് കൊടുക്കും. അവർ താഴെ കണ്ടോ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് തല ഓടിയിട്ട് ഞങ്ങളിങ്ങനെ എന്തപ്പോഴത്തേക്കാണ് ഐശ്വര്യ അതിരിക്കുട്ടനും കൂടെ താഴോട്ട് വന്നു കേട്ടോ. അതിരിക്കുട്ടന് എന്നെ പോലെ തന്നെ പൂച്ചകളെയും കിളികളെയും എല്ലാത്തിനെയും അവനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവനെ തൊടിക്കാനൊന്നും സമ്മതിച്ചില്ല. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പാർക്കിലെത്തി. അപ്പോൾ ഇത് എവിടെയാണെന്നുള്ളത് ഈ അവിടുത്തെ ട്രെയിൻ ഓടിക്കുന്ന ആ ചേട്ടനോട് ചോദിച്ചു പറഞ്ഞു, ഇവിടുന്ന് 15 മിനിറ്റ് നടക്കുമ്പോഴത്തേക്കും വെള്ളച്ചാട്ടത്തിലെത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ നടന്നു പോകുന്ന വഴിക്കുള്ള പൂക്കളായി കാണുന്നത് കേട്ടോ. പലതരത്തിലുള്ള പൂക്കളുണ്ടായിരുന്നത്. കൊലകൊലയായിട്ട് ഇത് നമ്മുടെ കടലാസി ചെടിയല്ല, വേറെ ഒരു സൈസ് പൂക്കളാണ്. അതേപോലെ തന്നെ മരം ഉണ്ടായിരുന്നു. നിങ്ങളെ ഞാൻ രാത്രി കാണിച്ചു തന്ന ആ തടാകമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പാലപ്പൂ ഉണ്ടോ, പാലപ്പൂ ഇങ്ങനെ 2 സൈഡിലും ആ ചെടിയിൽ നിറച്ച് പൂക്കളിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് പൂക്കളും തടാകവും ഒക്കെ കണ്ട് നടന്ന് അപ്പോഴത്തേക്കും സന്ധ്യയുടെ ഒരു ചെറിയ ഒരു ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ. നടന്നങ്ങനെ നമ്മൾ ദൂരെ നിന്നേ ഈ വെള്ളത്തിൻ്റെ ഒരു എന്താ പറയുന്നത് കളകളാരവം ഇങ്ങനെ കേൾക്കാമായിരുന്നു. അതേപോലെ ഇടയ്ക്കൊക്കെ നല്ല മരങ്ങളുണ്ട് കേട്ടോ. പൂക്കളുള്ള മരങ്ങളുണ്ട്, അല്ലാത്ത നല്ല മരങ്ങൾ ഇങ്ങനെ കുട പോലാക്കി അവർ വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിൽ അവരിങ്ങനെ ആർച്ച് പോലെ ചെടികളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാനായിട്ട് നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം ദൂരെ കാണുന്നുണ്ടോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഗ്രൗണ്ട്, അവിടെ ആണെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലം, അവിടെ ഇന്ന് അത് കളിയില്ലായിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറായി. അങ്ങനെ പൂക്കളും പുൽത്തകിടിയും മരങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വലിയൊരു എന്താ പറയുന്ന ഒരു കെട്ടിടം അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെയെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ രാത്രി ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ഇടും. അപ്പം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡിൽ കൂടെ നമുക്ക് മേളിൽ കയറിപ്പോയി. ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നതിൻ്റെ മേളിൽ അവിടെ കയറിപ്പോം. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സ്റ്റെപ്പ് വഴിയാണ് കയറുന്നത് കേട്ടോ. അങ്ങനെ ഞാനും നന്ദേട്ടനും അതിരിക്കുട്ടനും ഐശ്വര്യ അച്ചു എല്ലാവരും കൂടെ അവിടെ ഒത്തിരി നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് കയറി കേട്ടോ. സ്റ്റെപ്പ് കയറി പോകാനായിട്ട് ഇച്ചിരി പാടാണ്. എന്താ വെച്ചാൽ എൻ്റെ കാല് അത്ര സുഖമില്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെതുക്കെ അതിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ ഈ മുകളിലേക്ക് കയറുന്നതിൻ്റെ സൈഡിലൊക്കെ നല്ല കുറ്റിച്ചെടികൾ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം മുൾച്ചെടികളുണ്ട്. ആ മുൾച്ചെടികളിലെല്ലാം നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സൈഡിൽ നല്ല ഒരു കാടിൻ്റേതായ ഒരു ഫീലുണ്ട്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെന്ന് കയറി അവിടെ നിന്നപ്പോഴത്തേക്ക് എനിക്ക് പഴനിമല പോലെ ഫീൽ ചെയ്തു. നമ്മൾ അവിടെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴത്തേക്ക് പഴനിമലയിലെത്തുമ്പോൾ ആ താഴെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കുള്ള ലൈറ്റും വെട്ടവും എല്ലാമൊക്കെ കാണുന്ന അതേ ഒരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട്. ഞാനങ്ങ് മുകളിൽ കയറിയപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് അങ്ങനെ കയറി ഇരുന്ന് ഒക്കെയാണ് പോയത്. എന്താ വെച്ചാൽ കാലൊടിഞ്ഞതല്ലേ, അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ മുകളിൽ ചെന്നിട്ട് ഞാൻ അവിടെ ഒരു സ്ഥലത്ത് ഇതേപോലെ ഈ വെള്ളം ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് താഴോട്ട് വരുന്നത് കേട്ടോ. അതിൻ്റെ കീഴിൽ കൂടി ഇങ്ങനെ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിൽ കൂടെയാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടം ഇങ്ങനെ താഴേക്ക് കല്ലുകൾ വഴി ഇങ്ങനെ വന്ന് നല്ല ഭംഗിക്ക് കാണുന്നത്. ഞാനങ്ങനെ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നു. അപ്പോൾ ഐശ്വര്യമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മുടെ അതിരിക്കുട്ടി ഇതെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ സ്റ്റെപ്പൊക്കെ സ്പീഡിന് അപ്പൂസിൻ്റെ കൂടെ കയറിപ്പോയി. എന്നിട്ട് ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് അവന് കാണണം. അപ്പോൾ അവൻ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന കണക്ക് അതിരിക്കുട്ടൻ അതെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ നേരം ഇച്ചിരി നല്ല സന്ധ്യയാകുന്ന വരെ ഞങ്ങൾ അവിടെ തന്നെ മുകളിൽ തന്നെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ സ്റ്റെപ്പും അപ്പുറത്തെ സൈഡിൽ സ്ലോപ്പായിട്ടുമാണ് കെട്ടിയിട്ടേക്കുന്നത് ഇങ്ങനെ. അപ്പോൾ നമ്മൾ തിരിച്ചു പോയത് ആ സ്ലോപ്പ് വഴി അങ്ങനെ ഇറങ്ങാനായിട്ടാണ് പോയത്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകുന്നിടത്ത് ഒരു ലുക്കൗട്ടൊക്കെ ഉണ്ട് കണ്ടോ. ഈ കാണുന്നത് ഈ വെള്ളം, ഇവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി ഇതിൻ്റെ കീഴിൽ കൂടെ താഴോട്ട് പോയിട്ട് ആ കല്ലിൽ തട്ടി നല്ല ഭംഗിക്ക് പോകുന്നത്. ഞാനങ്ങനെ ക്ഷീണിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക.
അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇത് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മുടെ പുതിയ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ദേ ഈ കാണുന്നത് ആ ഒരു സൈഡിലുള്ള ലുക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നോക്കി, അത് നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ആ വെള്ളക്കെട്ടുകൾക്കിടയിൽ, ആ പാറയുടെ ഇടയിൽ നോക്കിയപ്പോൾ കാണാം ഒരു കൊന്ന ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൊന്നമരം ഇങ്ങനെ പൂത്തൊലഞ്ഞിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ അവിടെ നിൽക്കുന്നതെന്നുള്ളതാണ് ഞാൻ സംശയിച്ചത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടത് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ ആ സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വിഷുവിന് മുമ്പ് കൊന്ന പൂ എല്ലാം തീർന്നിട്ട് ചെടി അങ്ങനെ നിൽക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ മസ്കറ്റിൽ ദേ എവിടെ നോക്കിയാലും നിറയെ കൊന്ന പൂത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്. നമ്മളിങ്ങനെ ഇത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോഴും അവിടെ ഒരു കൊന്ന നിറച്ച് പൂത്ത് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഈ ലൈറ്റിൽ ഇങ്ങനെ എന്താ പറഞ്ഞേ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലൊരു ഭംഗിയാണ്. ഞാൻ പറഞ്ഞ കൊന്നമരം കണ്ടോ, നിറയെ പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ പിന്നെയും അങ്ങോട്ട് ഞങ്ങൾ വന്ന ആ സൈഡിലേക്ക് തിരിഞ്ഞ് അങ്ങോട്ട് നടക്കുവാന്നെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് ഞാൻ ക്ഷീണിച്ചായിരുന്നു. അതുമല്ല കുറച്ചങ്ങ് ഇറിറ്റേം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നേരത്തെ പോയാൽ ചൂട് കാരണം അങ്ങനെ പോകാനും പറ്റത്തില്ല. എന്നാലേ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ തന്നെയും ഒരു 6-6:15 ആകുമ്പോഴത്തേക്ക് നേരെ കിട്ടും കേട്ടോ. അപ്പം ഈ ജയൻറ്റ് വീലിൽ നേരത്തെ കയറുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, എനിക്ക് പേടിയാണെന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇവരെല്ലാം കൂടെ എന്നെ നിർബന്ധിച്ചിട്ട് ഞാനും കൂടെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഈ ജയൻറ്റ് വീലിൽ ഇങ്ങനെ കയറി. പക്ഷേ അതിന് നല്ല സ്പീഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ സാധാരണ ഒരു കസേരയിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു ഫീൽ, ആട്ടോ അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നല്ലതായിരുന്നു. എന്താ വെച്ചാൽ നല്ല ഉയരത്തിലായിരുന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ മുകളിൽ എത്തുമ്പോഴത്തേക്കും ആ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. വളരെ മനോഹരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിരിക്കുട്ടനെ കുതിരപ്പുറത്ത് കയറണമെന്ന് പറഞ്ഞു, കുതിരയുടെ പുറത്ത്. അങ്ങനെ ആ റൈഡ്സിൽ അവനെ കയറ്റി. അങ്ങനെ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇത് നല്ല സ്പീഡിൽ പോകുന്ന ആ കുതിരയായിരുന്നു. അങ്ങനെ അതിലൊക്കെ കയറിയിട്ട് അതിരിക്കുട്ടന് ഹാപ്പിയായി. അതുമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8 മണിയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ അതിരിക്കുട്ടനെ ഇതിൽ നിന്ന് ഇറക്കിയിട്ട് 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും ഇവിടുന്ന് ഏകദേശം ഒരു 5-6 മിനിറ്റ് നടന്നാലേ നമുക്ക് വണ്ടി ഇടുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റത്തുള്ളായിരുന്നു. പിന്നെ അവിടുന്ന് പെതുക്കെ ഇങ്ങനെ നടന്നു. പക്ഷേ അതിരിക്കുട്ടന് തിരിച്ച് വരണ്ട, ഇനി റൈഡ്സിലൊക്കെ കയറണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അപ്പൂസ് പറഞ്ഞു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അടുത്ത റൈഡ്സിലൊക്കെ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിരിക്കുട്ടനെ സന്തോഷത്തോടെ നമ്മൾ കൊണ്ടുവന്നു. നമ്മളിങ്ങനെ ഈ വണ്ടിയിൽ തിരിച്ച് വരുമ്പോൾ നമ്മളിത് റോഡ് വഴി ഇങ്ങനെ വരുമ്പോഴേ കണ്ടോ ആ വെള്ളച്ചാട്ടം കാണാം. ഈ വെള്ളച്ചാട്ടമാണ് നേരത്തെ നമ്മൾ പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മാക്ഡൊണാൾഡിൽ വന്നു. അവിടുത്തെ ഐസ്ക്രീം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് ഐസ്ക്രീമും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ മേടിച്ചു. അപ്പോൾ അതിരിക്കുട്ടന് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ കൊടുക്കാറില്ല, എന്നാലും വല്ലപ്പോഴും ഒരെണ്ണം കൊടുക്കാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ, ടേക്ക്